ഹലോ ഗൈസ്, ഇന്ത്യയിലിരുന്ന് ക്രിപ്റ്റോ ട്രേഡ് ചെയ്യാൻ 3 പ്ലാറ്റ്ഫോംസ് ഇന്ന് പരിചയപ്പെടാം. ഒന്ന് ബിനാൻസ് ആണ്. ഈ കാണുന്ന പ്ലാറ്റ്ഫോം ബിനാൻസ് ആണ്. ഇപ്പോൾ ഈ ബിനാൻസ് മുമ്പില്ലായിരുന്നു, ഇപ്പോൾ റീസെൻ്റ്ലി ഇന്ത്യയിലോട്ട് വന്നതാണ്. മുമ്പ് ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം മുമ്പ്. പിന്നെ അത് ബാൻ ചെയ്ത് ഇന്ത്യയിൽ കിട്ടിയിരുന്നില്ല. ഇപ്പോൾ അവർ വീണ്ടും ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ആപ്പ് കിട്ടും. പിന്നെ അടുത്തതാണ് നെക്സ്റ്റ് വൺ മഡ്രെക്സ് എന്ന് പറയുന്നത് ഒരു ക്രിപ്റ്റോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. ലിമിറ്റഡ് നമ്പർ ഓഫ് കോയിൻസും എല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാനും സിമ്പിളായിട്ട് നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും അത് വാങ്ങിക്കാനും അതിലോട്ട് ഫണ്ട് ആഡ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സിമ്പിൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. ക്രിപ്റ്റോസും കോയിൻസും മെംസും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് മഡ്രെക്സിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനും ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനും അത് കൺവേർട്ട് ചെയ്യാനും ഒക്കെ പറ്റും. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഓപ്ഷൻ ട്രേഡിങ് പോലെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിറ്റ് ട്രേഡിങ്ങും മഡ്രെക്സിൽ അവൈലബിൾ ആണ്. റിസ്ക്കിയാണ്. പിന്നെ വരുന്നത് ഇതിൻ്റെ അക്കൗണ്ട്സ് നമ്മളിപ്പോൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുന്ന പോലെ KYC ഒക്കെ ചെയ്ത് KYC ഉള്ള പോലെ നമ്മൾ അക്കൗണ്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതിൽ ഓരോ ഫണ്ടിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് അറിയാനും പറ്റും പെട്ടെന്ന്. പിന്നെ അടുത്തൊരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ CoinDCX ആണ്. ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും CoinDCXും ഇതേപോലെ ഒരു ക്രിപ്റ്റോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇതിലും നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനും അത് പർച്ചേസ് ചെയ്യാനും നമുക്കത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കാണാനും നമുക്കത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാനൊക്കെ പറ്റും. സെയിം നമുക്കൊരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന ആപ്പ് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് KYC ചെയ്ത് ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫണ്ട് ഡയറക്റ്റ്ലി ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് നമുക്ക് കോയിൻസ് പർച്ചേസ് ചെയ്തിടാം, നമ്മുടെ വാലറ്റിൽ ഇത് കീപ്പ് ചെയ്യാം. അതായത് പോർട്ട്ഫോളിയോയിൽ നമുക്കത്